ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. FC ബാഴ്സലോണ ഇപ്പോൾ തകർപ്പൻ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റയലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പാനിഷ് സൂപ്പർ കപ്പ് നേടാനൊക്കെ ബാഴ്സയ്ക്ക് കഴിഞ്ഞിരുന്നു. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലും ചില മാറ്റങ്ങൾ വരുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മുന്നേറ്റ നിരയിലേക്ക് ഒരു വിങ്ങറെ കൊണ്ടുവരാൻ ബാഴ്സലോണ ശ്രമിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇംഗ്ലീഷ് താരമായ മാർക്കസ് റാഷ്ഫോർഡിൽ ഇപ്പോൾ ബാഴ്സലോണക്ക് വലിയ താല്പര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രമുഖ മാധ്യമമായ സ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് മാർക്കസ് റാഷ്ഫോർഡിനെ ക്ലബിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് അത് ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് തന്നെയാണ്. അദ്ദേഹം റാഷ്ഫോർഡിന്റെ ഒരു വലിയ ഫാനാണ് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ റാഷ്ഫോർഡിനെ എത്തിക്കണമെങ്കിൽ വേജ് ബില്ലിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ സംഭവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ താരങ്ങളെ ക്ലബ്ബ് ഇപ്പോൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇപ്പോൾ FC ബാഴ്സലോണ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന താരം അത് മുന്നേറ്റ നിര താരമായ അൻസു ഫാറ്റിയാണ്. ഫ്ലിക്കിന്റെ പ്ലാനുകളിൽ ഫാറ്റിക്ക് ഇടമില്ല എന്നുകൂടി സ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ 2 ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സെവിയ, അതുപോലെ തന്നെ റയൽ ബെറ്റിസ് എന്നീ ലാലിഗ ക്ലബ്ബുകൾക്ക് ഈ താരത്തിൽ താല്പര്യമുണ്ട്. ഈ സീസൺ അവസാനിക്കുന്നത് വരെ ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാനാണ് ഈ ലാലിഗ ക്ലബ്ബുകൾക്ക് താല്പര്യമുള്ളത്. പക്ഷേ ഫാറ്റി ഇതുവരെ തീരുമാനം ഒന്നും എടുത്തിട്ടില്ല. അതിനുശേഷമാണ് ഇത് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക. അതായത് ഫാറ്റി പോയി കഴിഞ്ഞാൽ മാത്രമാണ് റാഷ്ഫോർഡിന് ബാഴ്സയിലേക്ക് വരാൻ സാധിക്കുക. ബാഴ്സയിലേക്ക് വരാൻ തന്നെയാണ് റാഷ്ഫോർഡിന് താല്പര്യം. ബൊറൂസിയ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബൊറൂസിയേക്കാൾ റാഷ്ഫോർഡ് മുൻഗണന നൽകുന്നത് FC ബാഴ്സലോണക്ക് തന്നെയാണ് എന്ന കാര്യം കൂടി സ്പോർട്ട് ഇതിനോട് ഇപ്പോൾ എഴുതി ചേർക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.